വൈകുന്നേരം നല്ല ഏലക്കയിട്ട കട്ടൻ ചായയും പഴവും തേങ്ങയും ഒക്കെ നിറച്ച് കറുകയിലയിൽ പുഴുങ്ങിയെടുത്ത അടയും ഒപ്പം നല്ല മഴയുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കറുകയിലയിൽ നല്ലൊരു അട ഉണ്ടാക്കിയെടുത്താലോ. കറുകയില നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് നല്ല ഫ്രഷ് ഇല തന്നെ കിട്ടി. മരത്തിലെ ഇലകളൊക്കെ നല്ല മുകളിലാണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് താഴെ കുറച്ച് ഇലകൾ എനിക്ക് കിട്ടി. അതെല്ലാം പൊട്ടിച്ചു വന്നപ്പോഴാണ് ഇവിടെ വലിയൊരു ഇല കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വലിയ ഇല കാണുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവനെ ഞാൻ അങ്ങ് പൊട്ടിച്ചു. ഇത്രയും ഇലകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടയ്ക്കുള്ള മാവ് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ചായി വെള്ളം ചേർത്ത് നമുക്ക് മാവ് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ മാവിന്റെ പരുവം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചെറിയ ബോൾസ് ആക്കാൻ പറ്റണം. ആ പരുവത്തിൽ നമുക്കാക്കി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടയ്ക്കുള്ള ഫില്ലിങ്സിനായിട്ട് അര തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് ഞാൻ 4-5 ചെറുപഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നേന്ത്രപ്പഴം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, ചെറുപഴം തന്നെ ഉപയോഗിക്കാം. മധുരത്തിന് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ അടയ്ക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടയൊക്കെ പരത്തിയെടുക്കാൻ തുടങ്ങാം. ചെറിയ ബോൾസ് ആക്കി മാവെടുത്ത് നമുക്ക് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. തീരെ കട്ടിയില്ലാതെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് വളരെ തിൻ ലെയറായിട്ട് ഇലയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. മാവ് എല്ലാ ഭാഗത്തേക്കും നന്നായി പരത്തി കൊടുത്തതിന് ശേഷം ഫില്ലിങ്സ് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇലയുടെ അറ്റങ്ങൾ തമ്മിൽ മടക്കി ഒട്ടിച്ചു വെക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അവിടെ നിന്ന് ഒട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ എല്ലാ അടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നിങ്ങളൊരു സ്റ്റീമറോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഇതുപോലെ അടകളൊക്കെ അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ആവി പറക്കുന്ന അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ അടിപൊളിയാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഇലയിൽ നിന്ന് അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഡു സബ്സ്ക്രൈബ്.